ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദി ഓബ്ജെക്റ്റ്. ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. സോ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു height of the image divided by height of the object. That is equal to hi divided by ho. Magnification ഒരു equation കൂടെ ഉണ്ട്. Magnification is equal to distance to the image divided by distance to the object. That is equal to v divided by u. Magnification denote ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ m ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്ത് എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു എന്ന് എഴുതാനായിട്ട് സാധിക്കും. മാഗ്നിഫിക്കേഷന്റെ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എച്ച് ഒയും എച്ച് ഐയും പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മാഗ്നിഫിക്കേഷൻ എം പോസിറ്റീവ് ആയിരിക്കും. എച്ച് ഒയും എച്ച് ഐയും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് മുകളിലോട്ടാണ് ഹൈറ്റിന്റെ മെഷർമെന്റ് എടുത്തതെന്നാണ്. അതായത് ഇമേജ് ഇറക്റ്റ് ആണ്. ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വലും ആയിരിക്കും. സോ എം പോസിറ്റീവ് ആണെങ്കിൽ ദ ഇമേജ് ഈസ് ഇറക്റ്റ് ആൻഡ് വെർച്വൽ. എച്ച് ഒ പോസിറ്റീവും എച്ച് ഐ നെഗറ്റീവുമാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എം നെഗറ്റീവ് ആയിരിക്കും. എച്ച് ഒ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് ഒപ്റ്റിക് ആക്സിസിന് മുകളിലോട്ടാണ് എടുത്തതെന്നാണ്. എച്ച് ഐ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് താഴോട്ടാണ് ഇമേജിന്റെ ഹൈറ്റ് എടുത്തതെന്നാണ് അർത്ഥം. അതായത് ഇമേജ് ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയലുമായിരിക്കും. സോ എം നെഗറ്റീവ് ആണെങ്കിൽ ഇമേജ് ഇൻവേർട്ടഡും റിയലുമായിരിക്കും. ഇതും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് തെറ്റാതിരിക്കാൻ ഈ രീതിയിൽ ഓർത്താൽ മതി. എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. എം പോസിറ്റീവ് ആകണമെങ്കിൽ എച്ച് ഒയും എച്ച് ഐയും പോസിറ്റീവ് ആയിരിക്കണം. അതായത് ഇമേജ് ഇറക്റ്റ് ആയിരിക്കും, വെർച്വലും ആയിരിക്കും. എം നെഗറ്റീവ് ആകണമെങ്കിൽ എച്ച് ഒ പോസിറ്റീവ്, എച്ച് ഐ നെഗറ്റീവ്. ദാറ്റ് ഈസ് ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ആൻഡ് റിയൽ. ഫിഗർ 2.23 കാണിച്ചിരിക്കുന്ന മെഷർമെന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യു ഇസ് ഈക്വൽ ടു -90 സെന്റിമീറ്റർ, എച്ച് ഒ ഇസ് ഈക്വൽ ടു +1.8 സെന്റിമീറ്റർ, വി ഇസ് ഈക്വൽ ടു +30 സെന്റിമീറ്റർ, എച്ച് ഐ ഇസ് ഈക്വൽ ടു -0.6 സെന്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷന്റെ രണ്ട് ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ഡിവൈഡഡ് ബൈ എച്ച് ഒ. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.6 divided by +1.8. That is equal to -1/3. രണ്ടാമത്തെ ഇക്വേഷൻ m is equal to v divided by u. That is equal to +30 divided by -90. That is equal to -1/3. രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചാലും മാഗ്നിഫിക്കേഷൻ -1/3 എന്ന് കിട്ടി. ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ 1-നെക്കാട്ടിൽ കുറവാണ് കിട്ടുന്നത്. ഫിഗർ 2.23 നോക്കിയാൽ മനസ്സിലാകും ഇമേജിന്റെ സൈസ് ഓബ്ജക്റ്റിനെക്കാട്ടിൽ കുറവാണ്. അതായത് എം 1-നെക്കാട്ടിൽ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ലെസ് ദാൻ 1 എന്നാണ്. അല്ലെങ്കിൽ എച്ച് ഐ ഈസ് ലെസ് ദാൻ എച്ച് ഒ. ദാറ്റ് ഈസ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദി ഓബ്ജക്റ്റ്. എം ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അല്ലെങ്കിൽ എച്ച് ഐ ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് ഒ. ദാറ്റ് ഈസ് ഇമേജ് ഈസ് ലാർജർ ദാൻ ദി ഓബ്ജക്റ്റ്. ഇഫ് എം ഈസ് ഈക്വൽ ടു 1, then എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് ഈക്വൽ ടു 1 or എച്ച് ഐ ഈസ് ഈക്വൽ ടു എച്ച് ഒ. ദാറ്റ് ഈസ് ദ ഇമേജ് ഹാസ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇഫ് എം ഈസ് ലെസ് ദാൻ 1, ഇമേജ് ഈസ് സ്മോളർ ദാൻ ദി ഓബ്ജക്റ്റ്. ഇഫ് എം ഈസ് ഗ്രേറ്റർ ദാൻ 1, the image is larger than the object. And if m is equal to 1, the image has
the same size as that of the object. So, ഈ രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോകാതിരിക്കും. ടേബിൾ 2.7 കംപ്ലീറ്റ് ചെയ്യാം. നേച്ചർ ഓഫ് ദി ഇമേജ് ആണ് തന്നിരിക്കുന്നത്. സൈൻ ഓഫ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതണം. ഇമേജ് ഇറക്റ്റ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. ഇമേജ് ഇൻവേർട്ടഡ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വലും ആയിരിക്കും. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് റിയലും ആയിരിക്കും. സോ ഇമേജ് റിയൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇമേജ് വെർച്വൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. An object of height 2 cm is placed on the optic axis at a distance of 12 cm from the optic center of a convex lens. Focal length of the convex lens is 6 cm. ഒരു കോൺവെക്സ് ലെൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. സോ എഫ് ഈസ് ഈക്വൽ ടു +6 സെന്റിമീറ്റർ. ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ് 2 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. സോ HO ഈസ് ഈക്വൽ ടു +2 സെന്റിമീറ്റർ. ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 12 സെന്റിമീറ്റർ അകലെയാണ്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഇൻസിഡന്റ് റേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് യു നെഗറ്റീവ് ആയിരിക്കും. സോ യു ഈസ് ഈക്വൽ ടു -12 സെന്റിമീറ്റർ. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഡ്രോ എ റേ ഡയഗ്രാം ബേസ്ഡ് ഓൺ ദ ഗിവൺ മെഷർമെന്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ്. സെക്കൻഡ് പാർട്ട് കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ബൈ മെഷറിംഗ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ആദ്യം നമുക്ക് റേ ഡയഗ്രാം വരയ്ക്കാം. കോൺവെക്സ് ലെൻസ് വരയ്ക്കുക. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുക. എഫും 2Fഉം ലെൻസിന്റെ രണ്ടു വശത്തും മാർക്ക് ചെയ്യുക. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എഫ് വരെ എടുക്കുന്ന അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം എഫിൽ നിന്ന് 2F വരെ എടുക്കുന്നത്. ഫോക്കൽ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 12 സെന്റിമീറ്ററിലാണ്. അതായത് ഓബ്ജക്റ്റ് ഇരിക്കുന്നത് 2Fലാണ്. സോ 2Fല് ഓബ്ജക്റ്റ് വരയ്ക്കുക. ഓബ്ജക്റ്റ് 2Fലാണ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഉണ്ടാകുന്നത് 2Fൽ തന്നെയായിരിക്കും. റേ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ആദ്യം നിങ്ങൾ 2Fൽ ഇമേജ് വരയ്ക്കുക. ഓബ്ജക്റ്റിന്റെ അതേ സൈസിൽ തന്നെ ആയിരിക്കണം ഇമേജും വരയ്ക്കുന്നത്. അതിനുശേഷം 2 റേസ് വരയ്ക്കുക. ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ഫോക്കസിലൂടെ പോകുന്ന ലൈറ്റ് റേ ഈ ഇമേജിന്റെ ഈ ആരോ ഹെഡിലും കൂടെ ടച്ച് ചെയ്ത് വേണം വരയ്ക്കാൻ. അതുപോലെ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോകുന്ന റേ ഈ ഇമേജിന്റെ ആരോ ഹെഡിലൂടെ ടച്ച് ചെയ്ത് ഡീവിയേഷൻ ഒന്നുമില്ലാതെ കടന്നു പോകണം. സോ ഓബ്ജക്റ്റ് 2Fലാണെങ്കിൽ ഇമേജും 2Fൽ തന്നെ ആയിരിക്കും. ഓബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെ ആയിരിക്കും. അത് റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് അറ്റ് 2F. ദ ഇമേജ് ഈസ് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് ഈസ് ഓഫ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. സെക്കൻഡ് പാർട്ട് നോക്കുക. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ബൈ മെഷറിംഗ് ദ സൈസ് ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ സൈസ് മെഷർ ചെയ്തിട്ട് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓബ്ജക്റ്റ് 2Fലാണ് വെക്കുന്നതെങ്കിൽ ഇമേജ് 2Fൽ തന്നെയായിരിക്കും. ഓബ്ജക്റ്റിന്റെ അതേ സൈസ് തന്നെയായിരിക്കും ഇമേജിന്. സോ ഓബ്ജക്റ്റ് +2 സെന്റിമീറ്റർ ആണ്. ഇമേജും 2 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ അത് ഇൻവേർട്ടഡ് ആയതുകൊണ്ട് ഒപ്റ്റിക് ആക്സിസിന് താഴോട്ടാണ് മെഷർ ചെയ്യുന്നത്. അത് കാരണം HI ഈസ് ഈക്വൽ ടു -2 സെന്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. M ഈസ് ഈക്വൽ ടു HI divided by HO. That is equal to -2 divided by 2. That is equal to -1 centimeter. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A concave lens has a focal length of 20 centimeter. An object of height 2 centimeter is placed
at a distance of 30 centimeter from the lens on the optic axis. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ. ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എച്ച് ഒ ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഓബ്ജക്റ്റ് വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് നെഗറ്റീവ് ആയിരിക്കും. സോ യു ഇസ് ഈക്വൽ ടു -30 സെന്റിമീറ്റർ. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെൻസ് ടു ദ ഇമേജ്, അതായത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുക, ഹൗ മച്ച് വിൽ ദ മാഗ്നിഫിക്കേഷൻ ബി, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം, ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതണം. എഫ് ഇസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ, എച്ച് ഒ ഇസ് ഈക്വൽ ടു +2 centimeter, u is equal to -30 centimeter, v is equal to question mark, m is equal to question mark. Focal length in the equation എഴുതാം. f is equal to uv divided by u minus v. f is equal to -20 and u is equal to -30. Substitute ചെയ്യാം. -20 is equal to -30 into v divided by -30 minus v. -30 സിംഗിൾ ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിന് മുഴുവനായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ തെറ്റാതിരിക്കും. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഓരോ ടേംസിനെയും -20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് -20 ഇൻറ്റു -30 മൈനസ് -20 ഇൻറ്റു വി, ദാറ്റ് ഈസ് ഈക്വൽ ടു -30v. -20 ഇൻറ്റു -30 ഈസ് 600. മൈനസ് ഓഫ് -20 ഈസ് +20. So 600 plus 20v എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -30v. നമുക്ക് v ആണ് കണ്ടുപിടിക്കേണ്ടത്. -30v ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ +30v ആകും. ഈ 600 റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ -600 ആകും. സോ 30v plus 20v is equal to -600 എന്ന് കിട്ടും. or 50v is equal to -600. Therefore v is equal to -600 divided by 50, that is equal to -12 centimeter. ബി പാർട്ടിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എച്ച് ഐ എത്രയാണെന്ന് തന്നിട്ടില്ലാത്തത് കൊണ്ട് മാഗ്നിഫിക്കേഷന്റെ സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാം. ബി -12 എന്ന് കിട്ടി, യു തന്നിട്ടുണ്ട് -30. സോ എം ഇസ് ഈക്വൽ ടു വി ബൈ യു ഇസ് ഈക്വൽ ടു -12 ഡിവൈഡഡ് ബൈ -30. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 6/15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു +0.4. ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അതുപോലെ മാഗ്നിഫിക്കേഷൻ <1 ആണോ <1 ആണോ =1 ആണോ എന്ന് നോക്കുക. ഇവിടെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എച്ച് ഐയും എച്ച് ഒയും പോസിറ്റീവ് ആണെന്നാണ്. അതായത് ഇമേജ് ഇറക്റ്റ് ആണ്, വെർച്വലുമാണ്. സോ സിൻസ് എം ഈസ് പോസിറ്റീവ്, ദ ഇമേജ് ഈസ് വെർച്വൽ ആൻഡ് ഇറക്റ്റ്. ഇവിടെ മാഗ്നിഫിക്കേഷൻ 0.4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് എം ഈസ് <1. ദാറ്റ് ഈസ് എച്ച് ഐ ബൈ എച്ച് ഒ ഈസ് <1 or എച്ച് ഐ ഈസ് എച്ച് ഒ. ദാറ്റ് ഈസ് ദ ഇമേജ് ഈസ് സ്മോളർ ദാൻ ദി ഓബ്ജെക്റ്റ്. So since m is <1, the image is smaller than the object. അടുത്ത നോക്കുക, which are the instruments where lenses are used? Spectacles, simple microscope, compound microscope and telescope. Spectacles മേടിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ ആണ് ഫിഗർ 2.24 കാണിച്ചിരിക്കുന്നത്. ഇവിടെ +2 എന്ന് കാണിച്ചിട്ടുണ്ട്. What does +2 refer to? It refers to the power of the lens in the spectacles. Power of lens ആണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ലെൻസിന്റെ ഫോക്കൽ ലെങ്തുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ് പവർ. ലെൻസിൽ വന്ന് വീഴുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യാനോ ഡൈവേർജ് ചെയ്യാനോ ഉള്ള ആ ലെൻസിന്റെ എബിലിറ്റിക്ക് പറയുന്ന പേരാണ് പവർ. So the power of a lens is its ability to converge or diverge light rays incident on it.
ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ. ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ പവർ കുറവായിരിക്കും, ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ പവർ കൂടുതലായിരിക്കും. ദ ലോവർ ദ ഫോക്കൽ ലെങ്ത് ദ ഹയർ ദ പവർ ഓഫ് ദ ലെൻസ്. So പവർ P is equal to 1/f. പവറിന്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ D ആണ്. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ ലെൻസിന്റെ പവർ എത്രയാണെന്ന് നോക്കാം. P is equal to 1/f. If f is equal to 1 meter, then P is equal to 1 divided by f ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. That is equal to 1 diopter. അതായത് 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിന്റെ പവർ 1 diopter ആയിരിക്കും. The power of a lens with a focal length of 1 meter is 1 diopter. സോ ഒരു ലെൻസിന്റെ പവർ കാണണമെങ്കിൽ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ആ ഫോക്കൽ ലെങ്ത് മീറ്ററിൽ എക്സ്പ്രസ് ചെയ്തതിന് ശേഷം മാത്രം റെസിപ്രോക്കൽ എടുത്താലേ പവർ ഡയോപ്റ്ററിൽ കിട്ടത്തുള്ളൂ. സോ പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കാം. What is the power of a concave lens of focal length 25 centimeter? Concave lens and focal length negative ആണ്. Focal length of concave lens is negative 25 centimeter. So power കണ്ടുപിടിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. സോ -25 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ F is equal to -25 divided by 100 meter. That is equal to -0.25 meter. പവറിന്റെ ഇക്വേഷൻ എഴുതാം. പവർ P is equal to 1/f. F is -0.25 meter. So P is equal to 1/-0.25 meter. ഇത് സോൾവ് ചെയ്യാൻ ഡിനോമിനേറ്ററിലെ ഡെസിമൽ പോയിന്റ് മാറ്റണം. അതിന് 100 കൊണ്ട് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ മാത്രം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ന്യൂമറേറ്ററിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ വാല്യൂ മാറിപ്പോകും. സോ 1/-0.25 into 100/100. That is equal to 1 into 100 is 100. -0.25 into 100 is -25. So 100 by -25 is equal to -4 diopter. ഇവിടെ തന്നിരിക്കുന്നത് ഒരു കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. പവർ കിട്ടിയതും നെഗറ്റീവ് തന്നെയാണ്. P is equal to 1/f എന്നാണ്. F പോസിറ്റീവ് ആണെങ്കിൽ Pയും പോസിറ്റീവ് ആയിരിക്കും. F നെഗറ്റീവ് ആണെങ്കിൽ Pയും നെഗറ്റീവ് ആയിരിക്കും. സോ ഒരു കോൺവെക്സ് ലെൻസിന്റെ F പോസിറ്റീവ് ആയിരിക്കും, Pയും പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ F നെഗറ്റീവ് ആയിരിക്കും, Pയും നെഗറ്റീവ് ആയിരിക്കും. If the power is negative, it is identified as concave lens. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുക. If it is a convex lens, what will be the sign of the power? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പവറും പോസിറ്റീവ് ആയിരിക്കും. സോ ആൻസർ ഈസ് പോസിറ്റീവ്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ഇൻ ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ? ഫിഗർ 2.24. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷനിൽ ലെൻസിന്റെ പവർ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.